ജീവിതത്തിൽ പരാജയപ്പെടാത്ത മനുഷ്യരില്ല. നമ്മിൽ പലരും പല പ്രാവശ്യവും പരാജയപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരിക്കൽ നാം ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടാൽ നമ്മെ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും വീണ്ടും ജയാളികളാകുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത് നാം ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു കാരണമാണ്. തോമസ് ആൽവ എഡിസൺ എന്ന ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. പല കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് നാം എല്ലാവരും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബൾബാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളരെ കഠിനാധ്വാനം ചെയ്ത് ദീർഘനാളുകൾ പരീക്ഷണശാലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടുത്തം നടത്തിയതിന് ശേഷം അവരെല്ലാം വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ ആ ബൾബ് തൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു പ്യൂണിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുകളിലത്തെ നിലയിൽ എത്തിക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ബൾബ് ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഓഫീസ് ബോയ്ക്ക്, പ്യൂണിന് അറിയാമായിരുന്നു. വളരെ ശ്രദ്ധയോടെ ഈ ബൾബും പിടിച്ചുകൊണ്ട് അദ്ദേഹം മുകളിലേക്ക് കയറി. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൾബാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ചാണ് താൻ ആ ബൾബും കയ്യിൽ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കയറിയതെങ്കിലും അറിയാതെ അവൻ്റെ കൈകളിൽ നിന്ന് ആ ബൾബ് താഴെ വീണു. അനേക ദിവസങ്ങളിലെ മാസങ്ങളിലെ അധ്വാനം അവിടെ തവിടുപൊടിയായി. എല്ലാവരും ആകപ്പാടെ വിഷമിച്ചു. തോമസ് ആൽവ എഡിസൺ കോപിക്കുമെന്നും പൊട്ടിത്തെറിക്കുമെന്നും ഈ പിയൂണിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുമെന്നുമൊക്കെ പലരും വിചാരിച്ചു. എന്നാൽ അദ്ദേഹം വളരെ ക്ഷമയോടെ വീണ്ടും തൻ്റെ സഹപ്രവർത്തകരുമായിട്ട് പരീക്ഷണശാലയിലേക്ക് കയറി. വളരെ അധ്വാനിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ബൾബ് നിർമ്മിച്ചു. എന്നിട്ട് ആ ബൾബ് തൻ്റെ പിയൂണിൻ്റെ കയ്യിൽ തന്നെ വീണ്ടും ഈ എഡിസൺ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും അമ്പരന്നു. കാരണം ഒരിക്കൽ അത് ഏൽപ്പിച്ചപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് അത് വീണ് തകർന്ന് തവിടുപൊടിയായത് ഇവരെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് ഇനിയും അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്നുള്ള സന്ദേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ രണ്ടാമതും ആ ബൾബ് മുകളിലത്തെ നിലയിലെത്തിക്കുവാൻ ചുമതലപ്പെടുത്തിയത് ആദ്യം പരാജയപ്പെട്ട ആ പ്യൂണിനെ തന്നെയായിരുന്നു. ഇത് ഒരു ചരിത്രമാണ്. ഒരു മനുഷ്യൻ വീണ്ടും ഒരവസരം കൊടുക്കുന്നു. ഒരിക്കൽ പരാജയപ്പെട്ടു പോയ, വീഴ്ച വന്നുപോയ മനുഷ്യനെ തന്നെ വീണ്ടും ആ കാര്യം ചെയ്യുവാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. കേവലം മനുഷ്യർ അങ്ങനെ ചെയ്യുമെങ്കിൽ അത്യുന്നതനായ സർവശക്തനായ ദൈവം, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം, നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കുന്ന ദൈവം തീർച്ചയായും നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വിളിച്ച പല ആളുകളും അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും വീണ്ടും അവരെ കർത്താവ് തന്നെ അവസരങ്ങൾ കൊടുത്ത് വീണ്ടും ഊഴങ്ങൾ അവർക്ക് നൽകി അവരെ വിശ്വസ്തരെന്നെണ്ണി തൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ഫലമേൽപ്പിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമാണ്. പത്രോസ് ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ പരാജയപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസും കൂടെയുള്ളവരും യേശുവിനെ വിട്ട് വള്ളവും വലയും എടുത്ത്
വീണ്ടും പഴയ പണിക്ക് പോയപ്പോൾ യേശു തിബരിയാസ് കടൽക്കരയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കാനായിലെ നഥാനയിലും സെബദി മക്കളും അങ്ങനെ കുറച്ചു പേർക്ക് യേശു പ്രത്യക്ഷപ്പെടും. അവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കർത്താവ് അവരുമായിട്ട് സംവദിക്കുന്നത്. ആ അധ്യായം മുഴുവൻ നാം പഠിക്കുമ്പോൾ പരാജയപ്പെട്ടു എന്ന് തോന്നിയ പത്രോസിനെ വീണ്ടും തേടിച്ചെന്ന് അവസരം കൊടുത്ത് തൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള നിയോഗം ഏൽപ്പിക്കുന്ന കരുതലുള്ള ഒരു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. പല പരാജയങ്ങളും വചനം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഒക്കെ തകർന്നു പോയവരുണ്ടാകാം. ഇനിയും ഒരവസരം ലഭിക്കില്ല എന്നുള്ള ചിന്തയിൽ നിരാശയോടെ കഴിയുന്നവരുണ്ടാകാം. എന്നാൽ വചനം നമ്മെ ഇന്ന് പകൽ ഓർപ്പിക്കുന്നു, നാം പരാജയപ്പെട്ടു എങ്കിലും നമ്മെ തേടി വന്ന് വീണ്ടും വിജയത്തിലേക്ക് നമ്മെ നയിക്കുവാൻ അവസരങ്ങൾ ഒരുക്കിത്തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം തരുന്ന അവസരങ്ങൾ ഇനിയും നമുക്ക് വിശ്വസ്തയോടെ ഉപയോഗിക്കാം, ശ്രദ്ധയോടെ ജീവിക്കാം. തോൽവികൾ വിജയങ്ങളായിട്ട് മാറട്ടെ. കർത്താവെ, പരാജയപ്പെട്ട പലരും ജീവിതത്തിലുണ്ട് എങ്കിലും ദൈവവരെ ജയാളികളാക്കുവാൻ വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.